നമസ്കാരം. നമ്മുടെ ഓയൂർ ഇങ്ങനൊരു സംഭവം നടന്നത് നിങ്ങൾ അറിഞ്ഞോ എന്നെനിക്കറിയില്ല. എന്തായാലും അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. രാജീവ് ഗാന്ധി സെൻട്രൽ ഫോർ ബയോ ടെക്നോളജി മെഡിക്കൽ ലബോറട്ടറി സർവീസ് കേരളത്തിൽ ആദ്യമായി നമ്മുടെ കൊല്ലം ജില്ലയിലെ ഓയൂരിൽ ഇന്നലെ പ്രവർത്തനം ആരംഭിച്ചു. ഏകദേശം 800 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഈ ഒരു ബിൽഡിങ് നമ്മുടെ വെളുന്നല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഫ്രീ ആയി വിട്ടുകൊടുക്കുകയായിരുന്നു. ശേഷം ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ ചടയമംഗലത്തിൻ്റെ MLAയും മന്ത്രിയുമായ ജെ ചിഞ്ചുറാണിയാണ് ഈ ബയോടെക്നോളജി മെഡിക്കൽ ലബോറട്ടറി സർവീസസ് ഉദ്ഘാടനം നിർവഹിച്ചത്. കേന്ദ്ര ബയോടെക്നോളജി വകുപ്പിന് കീഴിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന രാജീവ് ഗാന്ധി സെൻട്രൽ ഫോർ ബയോടെക്നോളജിയുടെ നേതൃത്വത്തിൽ കേരള സർക്കാർ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൻ്റെയും മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും സഹകരണത്തോടെയാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു ലബോറട്ടറി സർവീസ് ആരംഭിച്ചത്. മൃഗസംരക്ഷണ വകുപ്പുമായും RGCBയുമായും ചേർന്ന് കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യത്തെ ലബോറട്ടറി സൗകര്യമാണ് ഓയൂരിൽ തുടങ്ങിയത്. സർക്കാർ മൃഗാശുപത്രികളിലും അതുപോലെ സർക്കാർ ആശുപത്രികളിലും ശേഖരിക്കുന്ന സാമ്പിളുകൾ പരിശോധനയ്ക്കായി ഇവിടെ സ്വീകരിക്കും. ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ചെറിയ തുക മാത്രമാണ് ഇവിടെ പരിശോധനയ്ക്കായി ഈടാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ വാക്കുകളിലേക്ക്. പേഷ്യന്റ് കൂടി ടെസ്റ്റുകൾ നടത്തുവാനുള്ള സംവിധാനങ്ങൾ, പലവിധ ക്യാൻസർ ഉൾപ്പെടെയുള്ള അസുഖങ്ങളുള്ളവർക്ക് വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാവുന്ന തരത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. പശുക്കളിലുണ്ടാകുന്ന വന്ധ്യത ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ പ്രസവിക്കാത്ത പശുക്കളുണ്ടെങ്കിൽ അവരുടെ ബ്ലഡ് ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവന്നാൽ വളരെ പെട്ടെന്ന് അത് മനസ്സിലാകുന്ന തരത്തിലേക്കുള്ള അതിൻ്റെ റിസൾട്ടുകൾ ഉൾപ്പെടെ നമുക്ക് എടുക്കാം. കോവിഡ് ബാധിച്ച ഒരാളുടെ ബ്ലഡ് എടുത്താലും വളരെ പെട്ടെന്ന് കോവിഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ എല്ലാ തരത്തിലും ഒരു ആധുനിക സജ്ജീകരണങ്ങൾ ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് കേരളത്തിൽ മൃഗസംരക്ഷണ മേഖലകളിൽ ആദ്യമായിട്ട് ഈ രാജീവ് ഗാന്ധി ബയോ ടെക്നോളജി ഇങ്ങനൊരു സ്ഥാപനം, പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്ത് 900-ഓളം വരുന്ന സ്ക്വയർ ഫീറ്റ് ഒരു സ്ഥാപനം അവർക്ക് ഇത് നടത്തുവാൻ വേണ്ടി വിട്ടുകൊടുത്തപ്പോൾ വളരെ ഉദാര സമീപനമായിട്ട് നമ്മുടെ ബയോ ടെക്നോളജി രാജീവ് ഗാന്ധിയുടെ ഇവിടെ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഒയൂർ പ്രദേശം മാത്രമല്ല, നമ്മുടെ ജില്ല ഒട്ടാകെ തൊട്ടടുത്ത ജില്ലകളിലെ മൃഗങ്ങളെ ഉൾപ്പെടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുവാൻ, അല്ല അവരുടെ എല്ലാം അസുഖങ്ങൾ തിരിച്ചറിയാൻ എല്ലാ വിധത്തിലുമുള്ള എക്യുപ്മെൻറ്റ്സ് ഉൾപ്പെടെ ഉള്ള ഒരു സ്ഥാപനമായിട്ട് ആയൂരിലെ ഈ സ്ഥാപനം മാറിയിട്ടുണ്ട്. നമുക്കതൊരു അഭിമാനമാണ് എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. ഈ ഇവിടെ വന്നിരിക്കുന്ന മെഷീനറി എല്ലാം 5 കോടിയിലധികം തുക ചെലവഴിച്ചുകൊണ്ട് വിദേശങ്ങളിൽ നിന്നാണ് ഇത് മുഴുവൻ ഈ ലാബിൽ വേണ്ടുന്ന മുഴുവൻ ഉപകരണങ്ങളും ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ അത് എത്തിച്ചേർന്നു. അതിൻ്റെയൊക്കെയാണ് നമ്മൾ ഈ പഞ്ചായത്തിൽ ഇത് വന്നപ്പോൾ നമ്മുടെ ഓയൂർ മാത്രമല്ല ഇത് ഉപയോഗിക്കുന്നത്, നമ്മുടെ വെളിനല്ലൂർ പഞ്ചായത്തിൽ മാത്രമല്ല ഇത് ഉപയോഗിക്കുന്നത്, തൊട്ടടുത്ത ജില്ലകളിലെ ആൾക്കാർക്ക് കൂടി അവിടേക്ക് പശുക്കൾക്കും പെറ്റ് ആനിമൽസിനും ഒരു അസുഖം വരുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ബ്ലഡ് എടുത്ത് ഇവിടെ കൊണ്ടുവന്നാൽ എന്തൊരസുഖമാണെന്ന് വളരെ പെട്ടെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്ന തരത്തിൽ അതൊക്കെ മാറും. സാമ്പിളുകൾ നൽകിയാൽ വൈറസുകളുടെ പരിശോധനാ ഫലം 8 മണിക്കൂറിനുള്ളിൽ ലഭിക്കുമെന്നും സർക്കാർ മൃഗാശുപത്രികൾ കേന്ദ്രീകരിച്ച് കളക്ഷൻ സെന്ററുകൾ ആരംഭിക്കുമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വെളിനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ M അൻസർ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന പരിപാടിയിൽ രാജീവ് ഗാന്ധി ബയോടെക്നോളജി കേന്ദ്രം ഡയറക്ടർ ചന്ദ്രഭാസ് നാരായണ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജയന്തി ദേവി, കരിങ്ങനൂർ സുഷമ, ജില്ലാ പഞ്ചായത്ത് അംഗം S ഷൈൻകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ ബിജു, നിസാർ വട്ടപ്പാറ, ജസീന ജമീൽ, K വിശാഖ്, K ലിജി, TK ജ്യോതിദാസ്, D രമേശൻ, മെഹറുന്നിസ, ജുബേരിയ ബീബി, SM സെമീന, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ D ഷൈൻകുമാർ, ഡോക്ടർ മാലിനി, S അജിത്ത്, സാജിദ, ബൈജു, പ്രകാശ് V നായർ, യൂസഫ് പ്ലാമുറ്റം, അനസുമിയന, കരിങ്ങന്നൂർ മനോജ്, KG ലീനാകുമാരി എന്നിവർ പ്രസംഗിച്ചു. ആയൂർ ടു ഓയൂർ ന്യൂസ്, ഓയൂർ.